ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടിട്ടാണ് പക്ഷിരാജൻ ഉയർന്നു പറക്കുന്നത്. ദൂരെ ഒരു പുഷ്പക വിമാനത്തിൽ നിന്നാണ് ഈ ശബ്ദം എന്ന് മനസ്സിലാക്കിയ പക്ഷിരാജൻ അങ്ങോട്ട് പറന്നെടുത്തു. രഥത്തിനടുത്തെത്തിയ പക്ഷിരാജൻ ലങ്കാധിപനായ രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് ഏക സാക്ഷിയായി. പക്ഷികളുടെ രാജൻ, സൂര്യദേവന്റെ തേരാളിയായ അരുണന്റെ പുത്രൻ, പക്ഷിശ്രേഷ്ഠൻ സമ്പതിയുടെ അനുജൻ, രാമപിതാവ് ദശരഥന്റെ മിത്രം ജടായു. മറുവശത്താണെങ്കിൽ ലങ്കാധിപനായ രാവണൻ. ഗോകർണമലയിലെ 10,000 വർഷം നീണ്ട തപസ്സും കൈലാസത്തിലെ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട തപസ്സും ചേർത്ത് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും ശിവന്റെ കയ്യിൽ നിന്നും ഒരുപാട് വരങ്ങളും ആയുധങ്ങളും ലഭിച്ച വ്യക്തി. അതിൽ ഒരു വരം, മനുഷ്യനല്ലാത്ത ബ്രഹ്മാവിന്റെ ഒരു സൃഷ്ടിക്കും ഇദ്ദേഹത്തെ വധിക്കാൻ പറ്റില്ല എന്നായിരുന്നു. തിന്മ എവിടെ കണ്ടാലും അതിനെതിരെ പോരാടുന്ന ജഡായുക്ക് ഇതൊരു വിഷയമേ അല്ലായിരുന്നു. ദേവി ഭയപ്പെടാതിരുന്നാലും എന്ന് ജഡായു സീതാദേവിയോട് പറഞ്ഞു. ബുദ്ധി കെട്ടവനെ, എന്തവിവേകമാണ് നീ ചെയ്യുന്നത്? ശ്രീരാമചന്ദ്രൻ നിന്റെ വംശത്തെ തന്നെ നശിപ്പിച്ചു കളയും. നീ മര്യാദക്ക് ദേവിയെ വിട്ടയക്കുക, ഇല്ലെങ്കിൽ നീ എവിടെയാണെങ്കിലും രാമബാണത്തിൽ നിന്നും നീ രക്ഷപ്പെടുകയില്ല എന്ന് ജഡായു രാവണനോട് പറഞ്ഞു. വാക്കുകൾ ഉപകാരശൂന്യമാണെന്ന് മനസ്സിലാക്കിയ ജഡായു തന്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്ത് പോരാടാൻ തീരുമാനിച്ചു. ചിറകാർന്ന പർവ്വതം പോലെ എന്നാണ് എഴുത്തച്ഛൻ ജഡായുയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. രാവണന്റെ 10 മുഖങ്ങളും കാൽമുന കൊണ്ട് ജഡായു കീറി മുറിച്ചു. മൂർച്ചയുള്ള കൊക്കുകൊണ്ട് കീർത്തിടം തകർത്തു. കാൽ ക്ഷണം കൊണ്ട് കുതിരകളെയൊക്കെ കൊന്നു തീർത്തു. രാവണൻ ചഞ്ചലനായി. ഈ പോരാട്ടത്തിന്റെ ഭീകരതയിൽ തന്റെ ജീവനെയും കീർത്തിയെയും ഭയന്ന രാവണൻ ശിവൻ തനിക്ക് വരദാനമായി കൊടുത്ത ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിന്റെ ഇടത്തെ ചിറകരിഞ്ഞു. രേണു രന രന ചിറകുകൾ നഷ്ടപ്പെട്ട പക്ഷിരാജൻ ആകാശത്തിൽ നിന്നും വീണ് പതിച്ച സ്ഥലമാണ് ജഡായുമംഗലം. കാലക്രമേണ അത് ചതയമംഗലം എന്നായി. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചതയമംഗലം. പക്ഷിരാജന്റെ ധീരതയെയും ആത്മാർപ്പണത്തിനെയും അനശ്വരമാക്കുകയാണ് ഈ ശില്പത്തിലൂടെ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയുടെ ശില്പം, പക്ഷിരാജന്റെ ശില്പം. കടൽ നിരപ്പിൽ നിന്നും 1000 അടി സ്ഥിതി ചെയ്യുന്ന ഈ ശില്പത്തിന് 150 അടി വീതിയും 200 അടി നീളവും 70 അടി ഉയരവുമുണ്ട്. സ്ത്രീ ആക്രമിക്കപ്പെടുന്നത് അവരുടെ വസ്ത്രമോ അവരിറങ്ങി നടക്കുന്ന സമയമോ കാരണമല്ല. ഇതിന് കാരണം ആഗ്രഹിച്ചാൽ എന്തും സ്വന്തമാക്കണം എന്ന് വിചാരിക്കുന്ന രാവണനെ പോലത്തെ പരദേശിയാം രാക്ഷസനും നമ്മുടെ സ്വന്തം ദേശത്തുള്ള രാക്ഷസന്മാരും. സ്ത്രീയുടെ മാനത്തിന്റെയും സുരക്ഷതയുടെയും സംരക്ഷണമാണ് പക്ഷിരാജന്റെ അവസാനത്തെ യുദ്ധവും ഈ സ്റ്റാച്യുവും പ്രതികരിക്കുന്നത്. ചെറുപ്പത്തിൽ ഞാൻ ഗുരു എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. 97 ഇറങ്ങിയ ഈ മൂവി ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ് മൂവികളിലൊന്നായി. ഒരു പ്രത്യേക കഥയായിരുന്നു ഇത്. ഈ മൂവി ഇതിൻ്റെ സ്റ്റോറി എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും രാജീവ് ആഞ്ചൽ എന്ന ഡയറക്ടറാണ്. അദ്ദേഹം സ്വന്തം ഗുരുവിൻ്റെ കഥയിൽ നിന്നും ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഈ മൂവിയുടെ കഥ എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇതേ വ്യക്തി തന്നെയാണ് ജഡായു സ്റ്റാച്യൂയുടെ സ്കൾപ്റ്ററും. ചിറകാൽ ഭൂമിയിലോട്ട് പതിക്കുന്ന പക്ഷിരാജന് സീതാദേവി ഒരു അവസാന വരം കൊടുത്തായിരുന്നു. തന്റെ ഭർത്താവിനെ കണ്ട് കാര്യങ്ങൾ പറയാതെ ജീവൻ വെടിയില്ല. കാണാതായ സീതാലക്ഷ്മിയെ അന്വേഷിച്ചിറങ്ങിയ രാമലക്ഷ്മണന്മാർ തകർന്നു കിടക്കുന്ന രാവണന്റെ രഥവും അതിന്റെ അടുത്തുള്ള ജഡായുവിന്റെ ഘോര രൂപവും കാണും. വധിക്കാനെടുത്ത രാമനോട് താൻ വധ്യനല്ല എന്നും രാമന്റെ ഭക്തദാസനും ദശരഥന്റെ മിത്രവുമായ ജഡായുവാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു പക്ഷിരാജൻ. രാവണൻ സീതാദേവിയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു പക്ഷിരാജന്റെ അവസാന വാക്കുകൾ. രാമന്റെ തൃക്കൈ കൊണ്ടുള്ള തലോടലേറ്റ് ജഡായു ജീവൻ വെടിഞ്ഞു.
സൂര്യതുല്യം ശോഭയോടുകൂടി വിഷ്ണു പാർഷതാന്മാരാൽ സ്വീകരിക്കപ്പെട്ടാണത്രേ ജഡായു വിഷ്ണുലോകം പോകിയത്.